വൈവിധ്യമായ പായസങ്ങളുടെ കലവറയൊരുക്കി കെ.ടി.ഡി.സിയുടെ ഹോട്ടലായ ലൂംലാൻഡിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപവുമാണ് പായസ വിൽപ്പന ആരംഭിച്ചത്. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ നാരായണൻകുട്ടിക്ക് നൽകി നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ വന്ന ഒരാൾ ചോദിച്ചൊരു കാര്യം, എല്ലാ വർഷവും ജില്ലാ പഞ്ചായത്തിന് താഴെ പായസം കിട്ടാറുണ്ടല്ലോ, ഇപ്രാവശ്യം പായസം ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ കെ.ടി.ഡി.സിയുടെ പായസം ആളുകൾ അവിടെ ഒരു ഔട്ട്ലെറ്റ് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അത് പരിപ്പ്, സാധാരണ നമ്മുടെ ഈ മലബാറിൽ പ്രധാനമായിട്ട് ഈ പരിപ്പ് പ്രഥമനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പാൽപ്പായസം കൂടി ഉണ്ടാവും. പക്ഷെ കെ.ടി.ഡി.സിയുടെ പായസമേളയുടെ ഒരു പ്രത്യേകത വ്യത്യസ്തമായിട്ടുള്ള ആലപ്പുഴ പാൽപ്പായസവും അതോടൊപ്പം തന്നെ പഴം പ്രഥമനും പാലട പ്രഥമനും അങ്ങനെ നിരവധിയായിട്ടുള്ള പായസമാണ് ഇവരിവിടെ വിതരണം ചെയ്യുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പാലട പ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പഴം പ്രഥമൻ, ആലപ്പുഴ പായസം എന്നിവയും കൂടാതെ കെ.ടി.ഡി.സി ലൂംലാൻഡിന്റെ പ്രത്യേക പായസവുമുണ്ട്. ലിറ്ററിന് 400 രൂപയും അര ലിറ്ററിന് 200 രൂപയുമാണ് വില. സെപ്റ്റംബർ 13, 14, 15 ദിവസങ്ങളിൽ 25-ൽ പരം വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, കെ.ടി.ഡി.സി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ബാബു ഗോപിനാഥ്, O.K. വാസു, ലൂംലാൻഡ് മാനേജർ സുർജിത് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പായസ വിൽപ്പന സെപ്റ്റംബർ 11 മുതൽ 15 വരെയാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.